ഇന്ന് നടന്ന ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീൽ ഹൈതിയെ 3-0 അനായാസം പരാജയപ്പെടുത്തി. മാത്യൂസ് കുനിഹയുടെ ഇരട്ട ഗോളുകളാണ് ബ്രസീലിന്റെ വിജയത്തിന് അടിത്തറയിട്ടത്. ഈ വിജയത്തോടെ ബ്രസീൽ ഗ്രൂപ്പിലെ 1ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മൊറോക്കോക്കെതിരായ 1-1 സമനിലയോടെയാണ് ബ്രസീലിന്റെ ലോപ്പ് യാത്ര ആരംഭിച്ചത്. ഇന്നത്തെ മത്സരത്തിൽ പരിശീലകൻ കാർലോ ആൻചലോട്ടി ആദ്യ 11-ൽ ഇഗാത്തിയോയ്ക്ക് പകരം മാത്യൂസ് കുനിഹനെ ഉൾപ്പെടുത്തി. ആ തീരുമാനം ഫലം കാണുകയും ചെയ്തു. കുനിഹയുടെ നിരന്തരമായ മുന്നേറ്റങ്ങളും വിനീഷ്യസ് ജൂനിയറുമായുള്ള മികച്ച കൂട്ടുകെട്ടും ബ്രസീലിന്റെ ആക്രമണത്തിന് പുതിയ ബാലൻസ് നൽകി. കുനിഹ ആദ്യ അവസരങ്ങളിൽ തന്നെ ഗോൾ കണ്ടെത്തി. പിന്നീട് ഒരു മികച്ച ഫിനിഷിംഗിലൂടെ രണ്ടാമത്തതും നേടി. ഒരു സ്ട്രൈക്കറിൽ നിന്ന് ബ്രസീൽ പ്രതീക്ഷിച്ചിരുന്നത് കൃത്യമായി ഇതായിരുന്നു. ഹാഫ് ടൈമിന് തൊട്ടു മുമ്പ് വിനീഷ്യസ് ജൂനിയർ നേടിയ ഗോൾ മത്സരത്തിന്റെ വിധി ഉറപ്പിച്ചു. ഹൈത്തിയുടെ ഹൈലൈൻ പ്രതിരോധം ബ്രസീലിന് ധാരാളം സ്പേസ് നൽകി. അതിന് ഏറ്റവും നന്നായി ഉപയോഗിച്ചതും ബ്രസീലിന്റെ മുന്നേറ്റത്തെ നിര തന്നെയായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു ആശങ്ക ബ്രസീലിനുണ്ട്. റഫീന പരിക്കേറ്റ് പുറത്തായി. മികച്ച രീതിയിൽ തുടങ്ങിയ അദ്ദേഹം ഹാഫ് ടൈമിന് മുമ്പ് തന്നെ പരിക്ക് പറ്റി കളം വിടുകയും ചെയ്തു. ഈ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാകൂ. എൻഡ്രിക്, റയാൻ തുടങ്ങിയ താരങ്ങൾ ഉണ്ടെങ്കിലും റഫീനയുടെ ഫിറ്റ്നസ് ബ്രസീൽ ആരാധകരെ ആശങ്കപ്പെടുത്തുന്നു. റഫീനയുടെ ഈ പരിക്ക് ബ്രസീലിന്റെ ലോക സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.